ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് 10 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതിൽ 8 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഒബ്സർവ് ദ ഫോളോയിങ് ടേബിൾ. ഈസ് ദർ എനി ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് വിച്ച് ആർ ദേ? യൂണിസെല്ലുലർ ഓർഗാനിസം ആണ് അമീബ, ബാക്ടീരിയ, ആൻറ്റ്, ലൗസ്, പാരമീസിയം, യൂഗ്ലീന. അപ്പോൾ ഇതിലേതാണ്? ജസ്റ്റിഫൈ യുവർ ഹാൻഡ്സ്. അപ്പോൾ നമുക്ക് ഇതിലേതാണ്? ആൻറ്റ് ലൗസ്. ഇതിൽ ഏതാണ് പെടാത്തത്? ഏതാണ്? ആൻറ്റ് ലൗസ്. ആൻറ്റ് ലൗസ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ്. ബാക്കിയുള്ളത് അമീബ, അതേപോലെ തന്നെ പാരമീസിയം, യൂഗ്ലീനിയം ഒക്കെ എന്താണ്? യൂണി സെല്ലുലാർ ഓർഗാനിസം ആണ്. ഇനി ഡ്രോ ദ ഡയഗ്രാം ഓഫ് എ യൂണി സെല്ലുലാർ ഓർഗാനിസം ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. അപ്പോൾ അമീബ, പാരമീസിയം, യൂഗ്ലീന ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പിക്ചർ വരയ്ക്കാം. ഇതാണ് അമീബ, ഇത് യൂഗ്ലീന, ഇത് പാരമീസിയം. ചിലപ്പോൾ ഇങ്ങനെ ഈ ഒരു പിക്ചർ തന്നിട്ട് ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇതാണ് തന്നതെങ്കിൽ നിങ്ങൾ അമീബ യൂണി സെല്ലുലാർ ഓർഗാനിസം ആണെന്ന് എഴുതുക. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. നെയിം ദ പാർട്ട് ഓഫ് ദ സെൽ വിച്ച് ഗിവ്സ് ഗ്രീൻ കളർ ടു ലീവ്സ് ഓഫ് ദ പ്ലാന്റ്. അപ്പം പ്ലാന്റിന് പച്ച നിറം നൽകുന്നത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. എന്താ പേര്? ക്ലോറോപ്ലാസ്റ്റ്. ഇനി അടുത്തത് ദ ഫോളോയിങ് പിക്ചേഴ്സ് ഷോ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഡ്രോൺ ബൈ ഒബ്സർവിങ് ത്രൂ എ മൈക്രോസ്കോപ്പ്. സെൽസ് ഓഫ് ലീവും സെൽ ഓഫ് ഓണിയം പീലുമാണ്. ഇലകളുടെ സെല്ലും അതേപോലെ തന്നെ ഉള്ളിയുടെ തോലിൻ്റെ പീലുമാണ് ഈ കാണുന്നത്. എക്സാമിൻ വെദർ ഓൾ ദ പ്ലാന്റ് സെൽസ് ആർ ഐഡൻറ്റിക്കൽ ഓർ നോട്ട്. റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ എല്ലാ പ്ലാന്റ് സെല്ലും ഒരേപോലെയാണോ അല്ലയോ? ഓൾ ദ സെൽസ് ഓഫ് ദ പ്ലാന്റ്സ് ആർ നോട്ട് സെയിം. എല്ലാ പ്ലാന്റ് സെല്ലും ഒരേപോലെയല്ല. സെൽസ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി ലൈക്ക് സ്റ്റെം, ലീവ്, റൂട്ട് എക്സെട്ര. സെൽ ആർ ഡിഫറെൻറ്റ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. സെൽ എന്ന് പറയുന്നത് സൈസിലും ഷേപ്പിലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യാസമായിരിക്കും. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ പാർട്സ് ഓഫ് ദ സെൽ വിച്ച് ആർ പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽസ് ഫ്രം ദ ഫോളോയിങ്. ലാർജ് വാക്യൂം, നോക്കുൾ, സെൽ വാൾ, സൈറ്റോപ്ലാസം. ഈ 4 തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? പ്ലാന്റ് സെല്ലിൽ മാത്രം ഉള്ളതാണ്. അതിൽ ലാർജ് വാക്യൂളും സെൽവാളുമാണ് പ്ലാന്റ് സെല്ലിലുള്ളത്. ഓക്കെ, ലാർജ് വാക്യൂളും പ്ലാന്റ് സെല്ലുമാണ്, സെൽവാളുമാണ് എന്തിലുള്ളത്? പ്ലാന്റ് സെല്ലിലുള്ളത്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. എ സ്ലൈഡ് വിത്തൗട്ട് ലേബിൾ ഈസ് ഫൗണ്ട് ഇൻ ദ സയൻസ് ലാബ്. വൈൽ ഒബ്സർവിംഗ് ദ സ്ലൈഡ് ത്രൂ മൈക്രോസ്കോപ്പ് സെൽസ് വിത്ത് ലാർജ് ബലൂൺസ് ലൈക്ക് പാർട്സ് വർ ഗിവൺ. വിച്ച് ടൈപ്പ് ഓഫ് സെൽ ഈസ് ഇറ്റ്? ഓക്കെ, അപ്പോൾ അതെന്താണ്? പ്ലാന്റ് സെല്ലാണ്. ഓക്കെ, സെൽസ് വിത്ത് ലാർജ് ബലൂൺ ലൈക്ക് പാർട്സ് വർ സീൻ. അത് ഏത് സെല്ലാണ്? പ്ലാന്റ് സെല്ലാണ്. 2 types of cells are given in the picture below. Write the parts of the cell that are common both of them. ഇപ്പോൾ 2 ടൈപ്പ് സെല്ല് തന്നിട്ടുണ്ട്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാണ്? ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ. പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും കോമൺ ആയിട്ടുള്ള എന്താണ്? ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് 2 ഓഫ് ദം. ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ന്യൂക്ലിയസ് നമുക്കറിയാം ഈസ് ദ സെൻറ്റർ ഓഫ് സെല്ല്. സെല്ലിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കവറിങ് ഓഫ് ദ സെൽ. സെല്ലിനെ കവർ ചെയ്തുകൊണ്ടിട്ടുള്ള ആ ഒരു ആവരണമാണ് നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ മാട്രിക്സ് ഫീൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഈസ് ദ സൈറ്റോപ്ലാസം. സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദ്രാവകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂക്ലിയസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സെൻറ്റർ ഓഫ് ദ സെല്ലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവറിങ് ആണ്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിന് പറയുന്നതാണ്. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. ഓൾ ദ സെൽസ് ഓഫ് ഹ്യൂമൻ ബോഡി ആർ ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? സൈറ്റ് എക്സാമ്പിൾ ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇപ്പം നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസും ഒരേപോലെയല്ല. നോ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൽ ഒരുപാട് സെൽസ് ഉണ്ട്. അതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ബ്ലഡ് സെല്ലുണ്ട്, മസിൽ സെല്ലുണ്ട്, ചീക്ക് സെല്ലുണ്ട്, ന്യൂറോൺ ഉണ്ട്. These cells are different in shape and size. ഷേപ്പിൽ വ്യത്യാസമുണ്ട്, സൈസിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ദ ഫോളോയിങ് ആർ സം സ്റ്റുഡൻസ് based on the findings related to the size and cell of the body of organization. ഇതിൽ കുറച്ച് കറക്റ്റ് ഉണ്ട്, കുറച്ച് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഇനി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. സെൽസ് ഓഫ് എൻ എലിഫൻറ്റ് ഈസ് മച്ച് ബിഗർ ദാൻ ദ സെൽസ് ഓഫ് റാബിറ്റ്. The number of body cells of a cat and a kitten are the same. When an organism grows, the number of its body cells increase. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ്? ദ സെൽസ് ഓഫ് എൻ എലിഫൻറ്റ് ഈസ് സെയിം ആസ് എ സെൽ ഓഫ് എ റാബിറ്റ്. സെൽ ഓഫ് എൻ എലിഫൻറ്റ് ഈസ് ദ സെയിം ആസ് ദ സെൽ ഓഫ് റാബിറ്റ്. ദ നമ്പർ ഓഫ് ബോഡി സെൽസ് ഇൻ എ കാറ്റ് ഈസ് മോർ ദാൻ ദ കിറ്റൺ. ഓക്കെ,
ഇനി അടുത്ത ആക്ടിവിറ്റി 5. എ ടോയ് ഫാൻ ഈസ് മെയ്ഡ് യൂസിങ് ഇലക്ട്രിക് സെൽ ആൻഡ് മിനി മോട്ടോർ. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഫോർ വർക്കിംഗ് ദ ടോയ് ഫാൻ? അപ്പോൾ ഇവിടെ ടോയ് ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എനർജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇലക്ട്രിക് സെൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം? ഇലക്ട്രിക്കൽ എനർജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയിം ദ ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് വൈൽ ഓപ്പറേറ്റിംഗ് ആൻ ഇലക്ട്രിക് മോട്ടോർ. അപ്പോൾ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം? ഹീറ്റ് എനർജി വേണം. ഹീറ്റ് എനർജി ഉണ്ടാവും, പിന്നെന്താ? സൗണ്ട് ഉണ്ടാവും, പിന്നെ മെക്കാനിക്കൽ എനർജി. എന്തൊക്കെയാണ്? ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, മെക്കാനിക്കൽ എനർജി. ഇനി അടുത്ത ഓൾ സബ്സ്റ്റൻസസ് കണ്ടെയ്ൻ കെമിക്കൽ എനർജി. ഹൗ ഈസ് കെമിക്കൽ എനർജി റിലേറ്റഡ് വിത്ത് ദ ഫുഡ് പ്രിപ്പറേഷൻ പ്രോസസ് ഇൻ പ്ലാന്റ്? എക്സ്പ്ലെയിൻ. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസിലും എന്തുണ്ട്? കെമിക്കൽ എനർജി ഉണ്ട്. അപ്പോൾ ഹൗ ഈസ് കെമിക്കൽ എനർജി റിലേറ്റഡ് വിത്ത് ദ ഫുഡ് പ്രിപ്പറേഷൻ പ്രോസസ് ഇൻ പ്ലാന്റ്? പ്ലാന്റിൻ്റെ ഫുഡ് പ്രിപ്പറേഷൻ പ്രോസസ്സും കെമിക്കൽ എനർജിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? പ്ലാന്റ്സ് കൺവേർട്ട് സോളാർ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി ത്രൂ ഫോട്ടോസിന്തസിസ്. അപ്പോൾ പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? സൂര്യപ്രകാശത്തെ അബ്സോർബ് ചെയ്തിട്ട് അതെന്താക്കി മാറ്റും? കെമിക്കൽ എനർജി ആക്കി മാറ്റും. അതിനുള്ള പ്രോസസ്സ് എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് കൺവേർട്ട് സോളാർ എനർജി ടു കെമിക്കൽ എനർജി ത്രൂ ഫോട്ടോസിന്തസിസ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇൻ എ ഡിസ്കഷൻ കണ്ടക്റ്റഡ് ഇൻ ദ ക്ലാസ് റൂം സൺ ദ സോഴ്സ് ഓഫ് എനർജി, എ സ്റ്റുഡൻറ്റ് റിമാർക്ക്, ഇൻ മൈ ഹൗസ് ഓൺലി LPG ഈസ് യൂസ്ഡ് ഫോർ cooking, so sun has no role it. Analyze the statement and write your opinion about the student's comment. അപ്പോൾ ഒരു കുട്ടി പറയാണ്, എൻ്റെ വീട്ടിൽ LPG മാത്രം, ഗ്യാസ് സ്റ്റവ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, സൂര്യന് ഒരു പങ്കുമില്ല എന്ന്. അത് ശരിയാണോ? ദ സ്റ്റുഡൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അത് തെറ്റാണ്. LPG ഈസ് എ ഫോസിൽ ഫ്യൂവൽ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സൺലൈറ്റ്. LPG എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോസിൽ ഇന്ധനമാണ്. അത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൺലൈറ്റിൽ നിന്നാണ്. അപ്പോൾ സണ്ണ്, പ്ലാന്റ് ആൻഡ് ആനിമൽ ഫ്യൂസ് ഫ്യൂവൽ, കോൾ, പെട്രോൾ, ഡീസൽ, LPG. ഇതാണ് നോക്കാം. ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ദാറ്റ് വി കം അക്രോസ് ഇൻ അവർ ഡെയിലി ലൈഫ് ആർ ഗിവൺ ഇൻ എ ടേബിൾ. കംപ്ലീറ്റ് ഇറ്റ്. ടോർച്ച് ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് എനർജിയാണുള്ളത്? ഹീറ്റ് എനർജിയും ഉണ്ട്, അതേപോലെ ലൈറ്റ് എനർജിയും ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ടോർച്ച് കത്തിക്കുമ്പോൾ അവിടെ ഹീറ്റും ഉണ്ട്, പിന്നെ ഫ്രോം ദ എനർജി വി മേക്ക് യൂസ് ഓഫ് ലൈറ്റ് എനർജി. ഹീറ്റ് ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്, ടോർച്ച് ഉപയോഗിക്കുന്നത് എന്തിനാ? ലൈറ്റ് കാണാനല്ല, പ്രകാശം കാണാനാണല്ല. ഇരുട്ടത്തൊക്കെ പോകുമ്പോൾ വെളിച്ചം കാണാനല്ല. അപ്പോൾ നമ്മൾ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ലൈറ്റ് എനർജി. ഇനി വർക്കിംഗ് ഓഫ് എ മിക്സർ ഗ്രൈൻഡർ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ എനർജി ഉണ്ടാവുന്നുണ്ട്? സൗണ്ട് എനർജി ഉണ്ട്, മെക്കാനിക്കൽ എനർജി ഉണ്ട്. സൗണ്ട് എനർജി ഉണ്ട്, ഹീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് ഇതിൽ? മെക്കാനിക്കൽ എനർജി മാത്രമാണ്. അതേപോലെ വർക്കിംഗ് ഓഫ് എ വാട്ടർ ഹീറ്റർ, അവിടെ എന്തുണ്ട്? ഹീറ്റും ഉണ്ടാവുന്നുണ്ട്, സൗണ്ടും ഉണ്ടാവുന്നുണ്ട് അല്ലേ? മെക്കാനിക്കൽ എനർജി, ഹീറ്റും ഉണ്ടാവുന്നുണ്ട്, സൗണ്ടും ഉണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഹീറ്റ് മാത്രമാണ്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 7 നോക്കുക. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ സ്യൂട്ടബിളി. ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഹാവിംഗ് ലീസ്റ്റ് ഹീറ്റ് എനർജി. വൈ ഫുഡ് ഐറ്റംസ് ക്യാൻ കുക്ക് ഈസിലി ഇൻ സ്റ്റീമർ ദാൻ ബോയിൽഡ് വാട്ടർ. അപ്പം 3 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ എഴുതേണ്ടത്? എയർ റിസീവ്സ് ഹീറ്റ് എന്ന് പറയുന്നുണ്ട്. ഹീറ്റ് റിസീവ് ചെയ്യുമ്പോൾ സ്റ്റീം ആവുന്ന, ആവിയായി പോകുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റിലീസ് ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ ഇത് വെള്ളമാകുന്നു. അതായത് ഇവിടെ നല്ല ചൂടുണ്ട്, ആ ചൂടിന് നമ്മൾ റിലീസാകുമ്പോൾ വെള്ളമാകുന്നു. ഈ വെള്ളത്തിന് നമ്മൾ പിന്നെ ഐസ് ആവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹീറ്റ് റിലീസ് ചെയ്യണം അല്ലേ? ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ ഐസ് ആകുന്നു. പിന്നെന്താണ്? റിസീവ് ഹീറ്റാണ്, അപ്പോഴാണ് വെള്ളമാകുന്നത്. ഐസിന് ഹീറ്റ് റിസീവ് ചെയ്താലേ അത് വെള്ളമാവുള്ളൂ. ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഹാവിങ് ലീസ്റ്റ് ഹീറ്റ് എനർജി. ഏറ്റവും കുറവ് ഹീറ്റ് എനർജി ഉള്ളത് ഇതാണ്, ഐസാണ്. ഐസ് തണുപ്പല്ല, അപ്പോൾ ഹീറ്റൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത വൈ ഫുഡ് ഐറ്റംസ് ക്യാൻ കുക്ക് ഈസിലി ഇൻ സ്റ്റീം ആൻഡ് ദെൻ ബോയിൽഡ് വാട്ടർ. ദ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ബോയിൽഡ് വാട്ടർ. തിളപ്പിക്കുന്നതിനെക്കാട്ടി നീരാവിക്കാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പൊള്ളലേറ്റാലൊക്കെ ഭയങ്കര ഗുരുതരമായിട്ട് പരുക്കുണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി 8. സം ഓഫ് ദ സിറ്റുവേഷൻ ഇൻ അവർ ഡെയിലി ലൈഫ് ആർ ഗിവൺ. ഏതൊക്കെയാണ്? കേർഡിങ് മിൽക്ക്, മെൽറ്റിംഗ് ഓഫ് ആക്സ്, റിപ്പനിങ് ഓഫ് മാംഗോസ്, ടിയറിംഗ് ഓഫ് പേപ്പർ, ബേണിംഗ് ഓഫ് ഫയർവുഡ്, ബോയിലിംഗ് വാട്ടർ. ക്ലാസിഫൈ ദം അക്കോർഡിംഗ് ടു ദ പെക്യുലാരിറ്റീസ് ഓഫ് ചേഞ്ചസ്. റൈറ്റ് എനി ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ചേഞ്ചസ്. അപ്പോൾ നമുക്കറിയാം 2 ചേഞ്ചസ് ഉണ്ട്. എന്താണ്? കെമിക്കൽ ചേഞ്ചും ഉണ്ട്, ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്. അപ്പോൾ കേർഡിംഗ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ചേഞ്ചാണ്. റിപ്പനിങ് ഓഫ് മാംഗോ, ബേണിംഗ് ഓഫ് ഫയർവുഡ് ഒക്കെ എന്താണ്? കെമിക്കൽ ചേഞ്ചാണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നായിക്കഴിഞ്ഞാൽ
മിൽക്ക് കേടായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നെ മിൽക്കാക്കി മാറ്റാം, തൈരിനെ പാലാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ഒരു മാംഗോ പഴുത്തിയുണ്ടെങ്കിലും നമുക്ക് ആദ്യത്തെ മാങ്ങയിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് നമുക്ക് കെമിക്കൽ ചേഞ്ചസ് എന്ന്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിയിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ, മെൽറ്റിംഗ് ഓഫ് വാക്സ്, ടിയറിങ് ഓഫ് പേപ്പർ, ബോയിലിംഗ് ഓഫ് വാട്ടർ, ഇതൊക്കെ ഫിസിക്കൽ ചേഞ്ച് ഉള്ളി. ഇനി ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഫീച്ചേഴ്സാണ് പറഞ്ഞത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് എസ് സ്റ്റേറ്റ്, ഷേപ്പ് ഓർ സൈസ് ഈസ് ടെൻസ് ആസ് എ ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പിലോ സൈസിലോ എന്തെങ്കിലും മാറ്റം വരുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസസ് ചേഞ്ച് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസസ് ബൈ അബ്സോർബിങ് ഓർ റിലീസിങ് എനർജി ഈസ് ടേംഡ് ആസ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച്. ഇനി അടുത്തത് ഫ്ലവറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ് മാപ്പാണ്. ഇപ്പോൾ ഫ്ലവറിൽ പെറ്റൽസ് ഉണ്ട്. ഈ ഒന്നാമതായിട്ട് നമുക്ക് എന്തൊക്കെയാണ്? കാലിക്സ്, പിന്നെ സ്റ്റാമൻ, അതേപോലെ തന്നെ ഇവിടെ എന്താ രണ്ടാമതായിട്ട് ഗൈനേഷ്യം, പിന്നെ പെഡിസൽ. പിന്നെ സ്റ്റാമൻ തന്നെ ആന്തറും ഉണ്ട്, ഫിലമെൻറ്റും ഉണ്ട്. സ്റ്റാമൻ, ഫിലമെൻറ്റ്, അതേപോലെ തന്നെ ഇവിടെ സ്റ്റിഗ്മ, ഓവറി. ഓക്കെ, ഇത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് കൊറോള ആൻഡ് പെഡിസിൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ആന്തർ ഈസ് ദ മെയിൽ ഗാമറ്റ് ഫോണ്ട്. അപ്പോൾ പെഡിസൽ എന്ന് പറഞ്ഞാൽ കണക്ട് ദ ഫ്ലവർ വിത്ത് പ്ലാന്റ്. പ്ലാന്റിന് ഫ്ലവറുമായിട്ട് ആ കണക്ഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പെഡിസൽ എന്ന് പറയുന്നത്. കൊറോള എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് കളർ, ഫ്രാഗ്രൻസ് ആൻഡ് അട്രാക്റ്റീവ്നെസ് ടു ദ ഫ്ലവർ. ഫ്ലവറിന് കളർ നൽകുന്നു, സുഗന്ധം നൽകുന്നു, അട്രാക്ഷൻ നൽകുന്നു. ഇതൊക്കെ ആരാണ്? കൊറോളയാണ്. പിന്നെ എന്താ? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ആന്തർ ഈസ് ദ മെയിൽ ഗാമറ്റ് ഫോണ്ട്. മെയിൽ ഗാമറ്റ് ഫോണ്ട് ആൻഡ്രോഷ്യത്തിലാണ്. ഇനി ലാസ്റ്റ് നോക്കാം, ആക്ടിവിറ്റി 10. ഇവിടെ നോക്കൂ, കുറേ ഇതുണ്ടല്ലോ, ABCD ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. എ, ബി ആൻഡ് സി ഇൻ ദ പിക്ചർ. ഇപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? ആൻഡ്രോഷ്യമാണ്. ബി എന്ന് പറയുന്നത് ഗൈനോഷ്യമാണ്. സി ആൻഡ്രോഷ്യം, ഡി ഗൈനോഷ്യം. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ സീൻ ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്. വാട്ട് ആർ ദീസ് ഫ്ലവേഴ്സ് കോൾഡ്? ഇപ്പോൾ മെയിൽ പ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ പ്രൊഡക്റ്റീവ് ഓർഗനും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതിനെ നമ്മൾ എന്താ? യൂണിസെക്സ്വൽ ഫ്ലവേഴ്സ് എന്നാണ് പറയുക. ഹൗ ക്യാൻ വി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ മെയിൽ ഫ്ലവർ ആൻഡ് ഫീമെയിൽ ഫ്ലവർ? നമുക്ക് ഫീമെയിൽ ഫ്ലവറിനെയും മെയിൽ ഫ്ലവറിനെയും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി ആൻഡ്രോഷ്യം ആർ മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ദോസ് വിത്ത് ഓൺലി ഗൈനോഷ്യം ആർ ഫീമെയിൽ ഫ്ലവേഴ്സ്.